ട്രാസി ഡിജിറ്റൽ അക്കാഡമിയിൽ നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ കോഴ്സ് ഏകദേശം 6 മന്തോളം ഡ്യൂറേഷനുള്ള കോഴ്സാണ്. ഇതിൽ ഫസ്റ്റ് 3 മന്ത് ലേണിംഗ് പീരീഡ് ആയിരിക്കും, ബാക്കി 3 മന്ത് നമ്മൾ പ്രാക്ടിക്കൽ പീരീഡ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഈ ഫസ്റ്റ് 3 മന്തിൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പോലും, ഈവൻ നിങ്ങളൊരു +2 മുതലുള്ള ആളുകൾക്ക് പോലും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി ഒരു 3 മന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ അവർക്ക് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു 6 മാസം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന സ്റ്റുഡൻസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു എക്സ്പേർട്ട് ആക്കിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മേഖലകളിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വേൾഡ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകളോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ബിസിനസ്സുകളിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ആവശ്യകത വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് വന്നത് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഈ വെബ്സൈറ്റ് നമ്മളൊരു ചാപ്റ്ററാണ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. ഈ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയൊരു വെബ്സൈറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ മേഖലകളിൽ ജോലി കിട്ടും. അതുപോലെ സെക്കൻഡ് വണ്ണാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്, അതായത് SEO എന്ന് ഷോർട്ട് പറയും. അപ്പോൾ ഈ ഒരു മേഖലകളിലും ഒരുപാട് ജോബ് വേക്കൻസീസ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് തന്നെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി ഈ ഒരു SEOൻ്റെ ജോബ് വേക്കൻസീസിനെ കുറിച്ചിട്ട്. ഇനി തേർഡ് വണ്ണാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ കാണാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ പരസ്യങ്ങൾ വരുന്നതെന്ന് അറിയോ? അതായത് അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് ഈ പറഞ്ഞ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. ഈ ഒരു പരസ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഈ പരസ്യത്തിൻ്റെ എന്തൊക്കെ തരം മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ ഡീറ്റെയിൽ വിത്ത് നമ്മൾ ലൈവ് പ്രൊജക്റ്റാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കമ്പനികളുടെ വർക്കുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ വരുന്നത്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസുകൾ, ഇന്നിപ്പോൾ വേൾഡിൽ ഒരുപാട് ഡിജിറ്റൽ ടൂൾസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടൂൾസുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് ഈ ടൂൾസുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഡിസൈൻ ടൂൾസ്, അതായത് ഒരു ഡിസൈനിങ് അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ നല്ല രീതിയിൽ ഒരു ബിസിനസ് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനാവശ്യമുള്ള ഒരു പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ ഡിസൈനിങ് ടൂൾസുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം.